മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. എന്റെ മുതലാളി അവര് യൂണിഫോം കൊടുത്തു കഴിഞ്ഞപ്പോ ചെറിയ ബനിയൻ ചോദിച്ചു, ഞാനത് അവരെ കാണിച്ചതല്ലേ. കുട്ടികളാകുമ്പോ ഓരോന്ന് ചൂണ്ടിക്കാണിച്ച അത് ഇത് പറയും, അതെല്ലാം കൂടുതൽ എടുത്തിട്ടല്ലേ. ഇത് അവര് വേണോന്ന് പറഞ്ഞാൽ കാണിക്കാതെ പിന്നെ എന്ത് ചെയ്യും? അവിടെ ഇരിപ്പണ്ടെന്ന് പറഞ്ഞാൽ മതിയാ. വല്ലാണ്ട് ചൂടാവല്ലേ കിട്ടോ. ഈ കസ്റ്റമേഴ്സിന് ഇടയ്ക്കിടയ്ക്ക് എന്റെ സ്വഭാവം ഇങ്ങനെ ആവുന്നുണ്ട്. അന്റെ വർത്താനം കൊണ്ട് കൊണ്ട് വരൂല. 300 രൂപക്ക് ഈ വർത്താനമൊക്കെ ഉണ്ടാവുള്ളൂ. എന്താണ് ഒന്നും പറഞ്ഞില്ല, മര്യാദക്ക് പറഞ്ഞോളാന്ന് പറഞ്ഞാണ് മുതലാളി. ഞാൻ കേട്ടിക്കണേ 300 രൂപ ഒരു ദിവസം തരണേ, മാസത്തേക്കല്ല തരണേ. ഈ ഏസിനുള്ള കൂത്തിരി പണിയെടുക്കുന്നതല്ലേ. ഇത് എടുക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ, കണ്ണി കണ്ടവരോട് വായിട്ട് അലക്കുമ്പോ. പിന്നെ വേറൊരു കാര്യം കൂടെ എന്നോട് പറയാ, ഈ ഇടയ്ക്കിടയ്ക്ക് ഈ മൊയിലാളി എന്നുള്ള വിളി വേണ്ട. അതിനോട് ഞാൻ പറഞ്ഞിരിക്കണേ, മൊയ്തുക്കാന്ന് വിളിച്ചാൽ മതി. ശരി മുതലാളി. വിജയം വിളിക്കണം മൊയിലാളിന്ന്. അങ്ങനത്തെ മൊയ്തുക്കാന്ന് വിളിച്ചാൽ മൊയ്തുക്കാന്ന് വിളിച്ചു നോക്കിയെന്ന്. മൊയ്തൂക്ക അങ്ങനെ മതി. ആക്കെ വേഗം മടിച്ചേക്ക്. മെനകെട്ടോനൊക്കെ സ്വന്തം വീട് പോലെ കയറി പോരി. സ്വന്തം പിന്നെ പൈസ വേണ്ടി വരില്ലല്ലോ. നമ്മളൊരു തമാശ അറിഞ്ഞല്ലേ. ഏടെങ്കിലും താമസം ഇവിടെ അടുത്ത് തന്നെയാ. നിങ്ങൾ നമ്മൾ ഇതുവരെ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഗൾഫിലാണ്. എന്തിപ്പോ വന്നത്? എന്താ വേണ്ടി? മോൾക്ക് യൂണിഫോമിന്റെ തുണി വേണം. ഏത് സ്കൂളാ പഠിക്കുന്ന മോള്? മൗണ്ട് മണ്ടോദരി. അടയ്ക്ക് യൂണിഫോം കൊടുക്കണേ നമ്മളാണ് സ്ഥിരമായിട്ട്. എങ്ങനെ കിട്ടി സീറ്റടെ? അത് നമ്മുടെ കൗൺസിലർ സുഗതല്ലേ. ആണോ? അല്ലാണ്ട് വെറുതെ ഒന്നും കിട്ടൂല. നമ്മളെ മോന് സീറ്റിട്ട് MLA പറഞ്ഞിട്ടാ. നമ്മളെ മോനാണ് പഠിക്കുന്നുണ്ട്. സാർ സ്കൂളാട്ടോ. അല്ല സൂസ് വേണ്ടേ? ജ്യൂസ് വേണ്ട, ഞങ്ങളിപ്പോ ചായ കുടിച്ചോളൂ. വേണോ? വേണ്ട. അല്ല ജ്യൂസും ചായ അല്ല ചോദിച്ചത്, സൂസ് വേണ്ടേ കുട്ടിക്ക്? സൂസും സോസും വേണ്ടേ? എപ്പോഴാ മനസ്സിലായതില്ലേ? അത് നമ്മളെ വീട്ടിൽ തന്നെ കിട്ടും. മോൻ ജബ്ബാറാണോ നടത്തുന്നത് സൂസിന്റെ വീട്. ഡിസ്കൗണ്ട് കിട്ടും. മൗണ്ട് മണ്ടോദരി സ്കൂളിലെ കുട്ടിയാ. കുട്ടികളുടെ യൂണിഫോം എടുത്തു. ഫുൾ സെറ്റ് വേണം. ഫുൾ സെറ്റ് എന്ന് പറയുമ്പോ ബുധനാഴ്ച വൈറ്റ് ആണ്, വെള്ളിയാഴ്ച പിനാഫോർ വേണം. പിന്നെ അതിന്റെ എംബ്ലം, ടൈ, സോക്സ് എല്ലാം കൂടി 2 സെറ്റ് എടുക്കാം അല്ലേ? അപ്പൊ ഈ ഇതിന് എത്രയാവും? അതായത് 10,000 രൂപയാണ് ഒരു സെറ്റ് യൂണിഫോമിന് വരിക. അതിപ്പോ അല്ല ഞെട്ടണ്ട. അപ്പൊ ഈ മൗണ്ട് മണ്ടോദരി സ്കൂളിൽ നിന്ന് വരുന്നവർക്ക് നമ്മൾ ചെറിയ ഡിസ്കൗണ്ട് കൊടുക്കണം. 7,500 കിട്ടും. 7,500 തന്നാ മതി. അങ്ങനെയാണെങ്കിൽ 2 സാരി കൂടി എടുക്കാം. 10 തികയുമല്ലോ. അല്ല സാരി ഉണ്ട് ഇവിടെ. സാരിയൊന്നും വേണ്ട, സാരിയൊക്കെ ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല ഇത് നല്ല ക്വാളിറ്റി ഉള്ള തുണിയല്ലേ? പിന്നെ സൂപ്പർ ക്വാളിറ്റി അല്ലേ. മൊയ്തു മുതലാളിനെ മനസ്സിലായില്ലേ? അറിയില്ല. പുള്ളി ലോകം മുഴുവനൊക്കെ പർദ്ദ തേടി അല്ലേണ ആളില്ല. ടിവിയിലൊക്കെ പരസ്യമുണ്ടല്ലോ. അങ്ങനെ വലിയ ചാനലല്ലേ, ചെറിയ കേബിളിലൊക്കെ പരസ്യമുണ്ട്. പിന്നെ തോപ്പുംപടി, കുമ്പളങ്ങി, ചെല്ലാനം, തൃപ്പൂണിത്തറ, ഇവിടെയൊക്കെ പുള്ളി അലയണ പടമുണ്ട്. യൂണിഫോം മുകളിലാണ്, ഞാൻ കാണിച്ചു തരാം. ബാംഗ്ലൂരിൽ നിന്ന് എടുത്താൽ മതി സാധനോ. ബാംഗ്ലൂരിലാണ് നല്ല സാധനമുള്ളത്. എന്തായാലും ട്രിപ്പും കൂടി ആക്കാൻ പറ്റും. മലയാളി. ശരി. 7,800. 7,800 കേട്ടോ. 7,500 എന്ന് പറഞ്ഞിട്ട് അത് ചെറിയൊരു പറ്റ കുഴപ്പമില്ല. ഞങ്ങൾ 7,500 തന്നാൽ മതി. ശരി കുട്ടിയാ. സാരി എടുക്കാൻ പോയ ദിവസം പോയി. മലയാളി ഇത്തവണ ഗംഭീര അഡ്മിഷനാന്ന് സ്കൂളില്. എന്തോരോ ആളുകളാ യൂണിഫോം എടുത്തോണ്ട് പോണത്. അതിനിപ്പോ എന്താ കാര്യോ? അല്ല ഇപ്പൊ ഷൂസിന്റെ യൂണിഫോമിന്റെ എല്ലാ ലാഭം കൂടി മുതലാളിക്കല്ലേ കിട്ടണം. എത്രയാ കിട്ടണമെന്നറിയോ? ഇവിടെ ഈ ഷൂസിന്റെ അടുത്തും ഇവിടുത്തൊക്കെ കിട്ടുന്നതിന്റെ പകുതി നമ്മൾ അവിടെ കൊണ്ടുകൊടുക്കണം കമ്മീഷനായിട്ട് മണ്ടോദരി സ്കൂളില്. ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഇടപെടണ്ട. ഇവിടുത്തെ സെയിൽസ്മാനാ. ഈ എന്റെ പണിയെടുത്താൽ മതി. പോയിട്ട് ആ തുണിയൊക്കെ മടക്കിയൊക്കെ ചെല്ല്, പണി നടക്കട്ടെ. ചെല്ലേ ഒരു എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഒരു പണി എടുപ്പിക്കും. എന്റെ സത്യയുടെ ഫോൺ പിന്നെ ചെയ്യാം, വീട്ടിലോട്ട് പോവാ.
അറിയാലോ? എന്ത് അത് സ്കൂളിൽ നിന്ന് മെസ്സേജ്. എന്ത് ഇപ്പൊ നമ്മൾ ഈ വാങ്ങിച്ചിട്ടുള്ള യൂണിഫോം അല്ല, വേറെ യൂണിഫോം ആണ്. ഷോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? സാറില്ല, നമ്മളിപ്പോ മേടിച്ചല്ലേ ഉള്ളൂ. നമുക്ക് വേറെ ഇതങ്ങ് തിരിച്ചു കൊടുത്തിട്ട് വേറെ മേടിക്കാം. അത് മാറ്റി തരുമോ? പിന്നെ എന്തായാലും നല്ല മനുഷ്യനായിരുന്നു. നോപ്പാ. ബാ, വേറെ മേടിക്കാം. വരണം സ്വന്തം വീട് പോലെ കയറി പോരി. അതെ, ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് സാധനം എടുത്ത് ഇറങ്ങിപ്പോയുള്ളൂ. മറ്റേ ദുബായിലെ എന്തേ വീണ്ടും പോലെ സാരി വേണോ? സാരിയല്ല, ഇത് എന്തറിയോ, ഇപ്പൊ ഒരു മെസ്സേജ് വന്നു ഫോണില്. അതായത് മറ്റേ സ്കൂളിൽ നിന്ന്. എന്താണ് ഈ അവര് പറഞ്ഞിട്ട് നമ്മൾ എടുത്ത യൂണിഫോം ഉണ്ടല്ലോ, ആ യൂണിഫോം അല്ല, പിന്നെ വേറെ യൂണിഫോം ആണ്. പിന്നെ ഷൂ ആ കമ്പനീന്റെ അല്ല, വേറെ ഏതോ ഒരു കമ്പനിയുടെ വാങ്ങണം എന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ ആക്കിയവര് അപ്പൊ ഇവിടെ അറിഞ്ഞില്ല. ഇല്ല, ഞമ്മക്ക് ഇൻഫർമേഷൻ തന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ നമ്മള് എന്താ വണ്ടി? ഞാൻ എന്താ വണ്ടി? ഈ സാധനങ്ങൾ കൊണ്ട് ഇപ്പൊ ഞങ്ങള് നമുക്ക് പ്രയോജനം ഇല്ലല്ലോ. സ്കൂളിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഷൂവും പറ്റില്ല. അപ്പൊ പിന്നെ ഇത് മാറണമല്ലോ. എങ്ങനെ മാറ്റേ? അല്ല, നിങ്ങൾ ഈ സാധനം എടുത്തിട്ടേ ഞങ്ങൾക്ക് പൈസ തന്നാ മതി. അത് കാര്യം പറ്റൂല. അല്ല, നമ്മൾ ഈ സാധനം തിരിച്ചേൽപ്പിക്കാം. ഉണ്ട്. അല്ല, നമ്മള് വിറ്റ സാധനം ഈ പീഡിയയിൽ തിരിച്ചെടുക്കുമല്ലോ. അല്ല, ഇതിപ്പോ ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ലല്ലോ. അത് ഒന്നല്ലെങ്കിൽ സ്കൂളുകാർ പറയണം, അല്ലെങ്കിൽ നിങ്ങൾ പറയണം. അത് ഞമ്മക്കറിയില്ല. ഇപ്പൊ സ്കൂളുകാർ പെട്ടെന്ന് നിങ്ങൾ സ്കൂളിൽ പോയി ചോദിക്കണം കാര്യങ്ങളൊക്കെ. അല്ല, അത് നിങ്ങൾ അറിയില്ല എന്ന് പറയാൻ പാടില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് എന്റെ മൊബൈലിൽ മെസ്സേജ് ഒന്നും വന്നില്ല. എന്റെ പൊന്നു ചേട്ടാ, ഇത് 1000-500 രൂപയുടെ കേസാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കും. ഇത് 7500 രൂപയല്ലേ? അപ്പൊ ഈ 7500 രൂപ ഞങ്ങൾ സഹിക്കണോ? അല്ല, സത്യേട്ടാ, ഇത് ഇവര് രണ്ടുപേരും തമ്മിലുള്ള, സ്കൂളുകാരും ഈ കടക്കാരും തമ്മിലുള്ള കളി. ഇല്ല, കള്ളക്കളി ഒന്നുമില്ല കേട്ടോ. പിന്നെ എന്ത് കള്ളക്കളിയില്ല? ഇപ്പൊ യൂണിഫോം ഏതാ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കണ്ടേ? നിങ്ങളുടെ ഈ കടയിൽ വന്നിട്ട് മാത്രമേ സാധനം എടുക്കാൻ പാടൂ, വേറെ കടയൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞമ്മക്ക് തന്ന നിർദ്ദേശം അതാണ്. ഒരു മാറ്റം ഒരു നമ്മൾ അറിയിക്കണോ? ഇതെന്തായാലും ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ തന്നിട്ട് കാര്യമില്ല. എന്റെ പൊന്നു ചേട്ടാ, ഈ സാധനം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? കുട്ടി വീട്ടിലിട്ടോട്ടെ. നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവിടുത്തെ യൂണിഫോം മാറിയ വിവരം? എന്നിട്ട് ഈ പഴയ യൂണിഫോം ഞങ്ങൾക്ക് തന്നെന്തിനാ? ഓർക്ക് സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നിട്ട് വലിയ യൂണിഫോം ബുദ്ധല്ലാണ്, തിരിച്ചു കൊടുക്കണം. നമുക്ക് നേടാൻ മെസ്സേജ് ഈ യൂണിഫോം കൊടുക്കാനാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ ഈ 7500 ഞങ്ങൾ സഹിക്കണം. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? വലിയ റോളിൽ നിന്നല്ലേ നിങ്ങളുടെ കുട്ടിയുടെ അളവിന് മുറിച്ചു തന്നു. ചങ്ങാതി, ആദ്യം നിങ്ങൾ കടക്കാരും സ്കൂളുകാരും കൂടെ ഒരു തീരുമാനത്തിലെത്ത് യൂണിഫോം ഇന്നതാണെന്ന്. എന്നിട്ട് ആളുകൾ അതിന് വാങ്ങിക്കും. 7500 കണക്ക് പറഞ്ഞില്ലേ? ആ സ്കൂളിൽ കുട്ടിയുടെ ചേർക്കാൻ എത്ര കയ്യിൽ ബാക്കിയുണ്ട്? അത് ഞങ്ങളുടെ സൗകര്യമാണ്. പോയത് കുട്ടിക്കളി അങ്ങനെ പോയത് കൂട്ടാൻ പറ്റുമോ? 10,000 സാധനത്തിന് 2500 ഡിസ്കൗണ്ട് വെച്ചിട്ട് അങ്ങേക്ക് എന്തൊക്കെയാണ് ഇയാൾ എന്തൊക്കെ പറയണത്? നീ നടക്കണി പോയിട്ടോ. അതാ കുട്ടിക്ക് തയ്ച്ചു കൊടുക്കുന്ന അതിന് വീട്ടിൽ എല്ലാ മെസ്സേജും നോക്കിയിട്ട് തല്ലുകൊള്ളാൻ നിൽക്കല്ലേട്ടാ. ടീച്ചറെ വിളിച്ച് ചോദിക്കും. ഓരങ്ങനെ മാറ്റം വരുത്തുന്ന ഓടി നമ്മളോട് പറയണ്ടേ? മറിമായം